ഹോമോസെക്ഷുവാലിറ്റിയും ഹെറ്ററോസെക്ഷുവാലിറ്റിയും എന്താണെന്ന് നമുക്കറിയാം അല്ലേ? Heterosexuals are attracted to opposite gender, while homosexuals are attracted to same gender. ഈ കാറ്റഗറിയിൽ വരുന്നതാണ് ലെസ്ബിയൻസ്, ഗെയ്സ് ഒക്കെ. എന്നാൽ നമുക്കറിയാത്ത, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇനിയും ഒരുപാട് വെറൈറ്റി ഓഫ് സെക്ഷൽ പ്രിഫറൻസസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആരോടും ഒന്നിനോടും സെക്ഷൽ അട്രാക്ഷൻ തോന്നാത്തവരെ അസെക്ഷുവൽസ് എന്നാണ് പറയുക. എന്നാൽ ഒക്കേഷണലി ആരോടെങ്കിലും ഒക്കെ സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നവരെ ഗ്രേ സെക്ഷുവൽസ് എന്നാണ് പറയുക. എൻ്റെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് ഞാൻ തന്നെ മതി, എനിക്കൊരു പാർട്ട്ണറുടെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരെ ഓട്ടോ സെക്ഷുവൽസ് എന്നാണ് വിളിക്കുന്നത്. ഇനാനിമേറ്റ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കളോടാണ് പ്രണയം തോന്നുന്നതെങ്കിൽ ഒബ്ജക്റ്റും സെക്ഷൽ എന്ന കാറ്റഗറിയാണ്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായാൽ മാത്രമേ സെക്ഷലി അട്രാക്റ്റഡ് ആവൂ എന്ന് വിചാരിക്കുന്നവരെ ഡെമി സെക്ഷുവൽസ് എന്ന് പറയും. ഒരാളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബ്രില്യൻസ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് അവരോടൊരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതെങ്കിൽ യു ആർ എ സാപ്പിയോ സെക്ഷുവൽ. പാൻസെക്ഷുവൽസ് ആർ ജെൻഡർ ബ്ലൈൻഡ്. ജെൻഡർ എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ ഡിക്ഷണറിയിൽ ഇല്ല. ദേ ആർ അട്രാക്റ്റഡ് ടു എവ്രി വൺ. ഒംനിസെക്ഷുവൽസ് ആർ ഓൾസോ ലൈക്ക് പാൻസെക്ഷുവൽസ്. അവർക്ക് എല്ലാവരോടും അട്രാക്ഷൻ തോന്നും, പക്ഷേ ജെൻഡർ ഡസ് പ്ലേ എ റോൾ. ജെൻഡർ എന്ന് പറയുന്നത് അവർക്കൊരു വിഷയം തന്നെയാണ്. ഗൈനോസെക്ഷുവൽസ് ആർ അട്രാക്റ്റഡ് ടു വിമൻ. സ്ത്രീകളോട് മാത്രം അട്രാക്ഷൻ തോന്നുന്നവരെയാണ് ഗൈനോസെക്ഷുവൽസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഏത് ജെൻഡറിൽ ഇരിക്കുകയും നമുക്ക് സ്ത്രീകളോട് മാത്രമാണ് അട്രാക്ഷൻ തോന്നുന്നതെങ്കിൽ യു ആർ എ ഗൈനോസെക്ഷുവൽ. എന്നാൽ ഗൈനോസെക്ഷുവൽസിന് ഫെമിനിറ്റിയോടും മാസ്കുലിനിറ്റിയോടും അട്രാക്ഷൻ തോന്നും. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.